കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അഴിമതിയുടെ ഉറവിടം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. PSCയുടെ വിശ്വാസ്യത കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നാട്ടിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനമല്ല, മറിച്ച് CPMന്റെ കുറെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം മാത്രമാണ് അത് എന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളെ മുതൽ നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് PSCയുടെ വിശ്വാസ്യത ഓരോ ദിവസം കഴിയുന്നവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ അവർക്ക് എങ്ങനെയാണ് നിയമനം കിട്ടുന്നത് എന്നും ഈ സന്ദർഭത്തിൽ വാർത്തയായിട്ടുള്ളതാണ്. അതുകൊണ്ട് PSC അംഗങ്ങളുടെ നിയമനത്തിന്റെ കാര്യത്തിൽ, PSC നടത്തുന്ന പരീക്ഷയുടെ കാര്യത്തിൽ, അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ, ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അവർ നടക്കുന്ന നിയമനത്തെ സംബന്ധിച്ച് ഇതെല്ലാം കഴിഞ്ഞ കുറെ കാലമായി വ്യാപകമായിട്ടുള്ള പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമായിരുന്നു. നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിയിരുന്നൊരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാളെ മുതൽ തകർത്തിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PSC അംഗത്വത്തിന് നിയമിക്കാൻ വേണ്ടി CPMന്റെ നേതാക്കന്മാർ കോഴ വാങ്ങിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ ആരൊക്കെയാണ് എന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ആ അവകാശമാണ് CPM നിഷേധിക്കുന്നത്. ഇപ്പൊ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹത്തെ CPM പുറത്താക്കിയിരിക്കുന്നു. എന്തിനാണ് പുറത്താക്കിയത് എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. CPMന്റെ വിശദീകരണ കുറിപ്പിലുള്ളത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് അയാളെ പുറത്താക്കി എന്നുള്ളതാണ്. എന്താണ് പാർട്ടിക്ക് അവമതിപ്പുണ്ടായത്? ആ കാര്യം കൂടി ജനങ്ങളോട് പറയണ്ടേ? മിനിമം CPM പ്രവർത്തകന്മാരോടെങ്കിലും പറയണ്ടേ? എന്തിനാണ് നിങ്ങളൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ, CITUവിന്റെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ എന്തിന്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പുറത്താക്കിയത് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത CPMനില്ലേ? എന്താണ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയത്? ഏത് കേസിന്റെ കാര്യത്തിലാണ്, ഏത് കുറ്റം ചെയ്തതിന്റെ കാര്യത്തിലാണ് അയാളെ പുറത്താക്കിയത്? അതെന്തുകൊണ്ടാണ് CPM പറയാത്തത്? PSC നിയമനത്തിന് കോഴ വാങ്ങി എന്നുള്ള ആരോപണം വന്നപ്പോ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണല്ലോ CPM പറഞ്ഞത്. ഇപ്പൊ അറിവ് കിട്ടിയോ? അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ ഈ ചെറുപ്പക്കാരന് പണം കൊടുത്തിട്ടുണ്ടോ? ആ പണം വാങ്ങിയതിന്റെ പേരിലാണോ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പുറത്താക്കിയത്? ഈ ചോദ്യങ്ങളെല്ലാം ഉയരുമ്പോ അതിനെല്ലാം ഉത്തരം നൽകാനുള്ള ബാധ്യത CPM നേതൃത്വത്തിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, അങ്ങനെ സമ്മതിച്ചാൽ PSC അംഗത്വത്തെ നിയമിക്കാൻ കോഴ വാങ്ങിയതിന്റെ പേരിലാണ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പുറത്താക്കിയത് എന്ന് CPM പറഞ്ഞാൽ അത് മറ്റൊരു ചോദ്യത്തിന് കൂടെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിചാരിച്ചാൽ കേരളത്തിലെ PSCയിൽ ഒരാളെ നിയമിക്കാൻ സാധിക്കുമോ? ഈ പണം കൊടുത്ത ആളുകൾ അത്ര വലിയ ബുദ്ധികളാണോ? PSC അംഗമായിട്ട് ഒരാളെ നിയമിക്കണമെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനമുണ്ടാകണം. മന്ത്രിസഭയുടെ തീരുമാനം ഗവർണർക്ക് അയച്ചാൽ മാത്രമേ PSCയിൽ ഒരാളെ നിയമിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിൽ അത്തരമൊരു തീരുമാനമെടുപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തി ഇതിന്റെ പുറകിലുണ്ടാവണ്ടേ? അത്തരം വ്യക്തികൾ ഉണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പണം കൊടുക്കാൻ ആളുകൾ തയ്യാറാകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ കൈവശം ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ മാത്രം ബുദ്ധികളാണോ ഈ കൊടുത്ത സ്വകാര്യ വ്യക്തികൾ? അത്രയും സാമാന്യ ബോധമില്ലാത്ത ഒരാളാണോ ഈ പണം കൊടുത്തത്? അപ്പൊ പണം കൊടുത്ത ആൾക്ക് വ്യക്തമായിട്ട് അറിയാം ആർക്ക് വേണ്ടിയിട്ടാണ് പണം, ആർക്ക് കൊടുക്കാനാണ് പണം. 26 ലക്ഷം രൂപ എണ്ണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 26 ലക്ഷം രൂപ ആർക്ക് കൊടുക്കാനാണ് എന്ന് കൂടി കണ്ടെത്തണ്ടേ? അതൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കുള്ള പണമല്ലല്ലോ. അദ്ദേഹത്തിന് പണം കിട്ടിയത് കൊണ്ട് PSC അംഗത്വം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ പണം ആർക്കു വേണ്ടിയാണ് വാങ്ങിയത് എന്നാണ് കണ്ടെത്തേണ്ടത്. മന്ത്രിസഭയില് ആരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത്? ഇതറിയാൻ അവകാശമുണ്ടല്ലോ. ഇതിപ്പോ പുറത്തു വന്നിട്ടുള്ളത് ഈ പണം വീതം വെക്കുന്നുള്ള തർക്കമാണ്. ഈ പണം മാത്രമല്ല, കോഴിക്കോട് നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ അധോലോക സംഘം കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു വന്നിട്ടുണ്ട്.
ആ അധോലോക സംഘത്തിനെ നിയന്ത്രിക്കുന്ന കേരളത്തിൽ ഈ ജില്ലയിലെ CPM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. ഈ അധോലോക സംഘത്തിൽപ്പെട്ടിട്ടുള്ള ഇവിടെ ഭൂമി കച്ചവടവും മറ്റൊരുപാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പുതിയ മാഫിയ ഡോണുകളുണ്ട്. അവരാണ് കോഴിക്കോട് നഗരത്തിലെ, കോഴിക്കോട് ജില്ലയിലെ CPM നേതൃത്വത്തെ നിയന്ത്രിക്കുന്നത്. അവരാണല്ലോ ഇവർക്കെല്ലാം വിദേശയാത്രകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും എങ്ങനെയാ വിദേശത്ത് പോകുന്നത്? ആരാണ് ഇവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്? ആരാണ് ഇവരുടെ യാത്ര സ്പോൺസർ ചെയ്യുന്നത്? ആരാണ് ഇവർക്ക് വിദേശത്ത് താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്നത്? അതൊക്കെ ഈ ആളുകളാണ്. അപ്പൊ അവർ തമ്മിലുള്ള തർക്കത്തിൽ, ഈ വാങ്ങിയ പണം പങ്കുപറ്റുന്ന കാര്യത്തിൽ, കമ്മീഷന്റെ കാര്യത്തിൽ, മറ്റു പല ഇടപാടുകളുടെയും കാര്യത്തിൽ, ഇവിടെ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ കോഴിക്കോട് നഗരത്തിലെ ചില സ്വകാര്യ മുതലാളിമാർ ഇടപെട്ടു എന്നും അവർക്കനുസൃതമായി അലൈൻമെന്റ് മാറ്റിക്കൊടുക്കാൻ വേണ്ടി ഈ ജില്ലയിലെ CPM നേതൃത്വം അനധികൃതമായി ഇടപെട്ടു എന്നും ആരോപണമുണ്ടായിരുന്നല്ലോ. ആ കേസിന്റെ പുറകിൽ കോഴിക്കോട്ടെ CPM നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുള്ള കോടികളുടെ കണക്കുകളൊക്കെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ നഗരത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ CPM നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നല്ലോ. ഇതെല്ലാം ഓരോ സന്ദർഭത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരികയും അതെല്ലാം കെട്ടുപോകുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ ജില്ലയിലെ CPM നേതൃത്വം, അതിൽ പാർട്ടി നേതൃത്വമുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മന്ത്രിസഭയിലെ ആളുകളുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഈ അധോലോക സംഘത്തിന്റെ നേതൃത്വം ആര് കൈവശം ആര് കൈവശം വെക്കണം, ആരാണ് ഈ അധോലോക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന തർക്കമാണ് ഇപ്പോ ഈ വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അത് എളമരം കരീമിന്റെ നേതൃത്വമാണോ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വമാണോ എന്ന തർക്കമാണ് ഈ നാടെന്ന കഥകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ CPM നേതൃത്വം വ്യക്തമാക്കേണ്ടത്, ഈ നഗരത്തിലെ ഈ മാഫിയ സംഘങ്ങളുമായി CPM നേതൃത്വത്തിലുള്ള ബന്ധം എന്താണ്? അവർ സ്പോൺസർ ചെയ്യുന്ന യാത്രകളുമായി നിങ്ങൾ എന്തിനാണ് വിദേശത്ത് പോകുന്നത്? അവരോടൊപ്പമാണുള്ള വിദേശയാത്ര. CPM-ന്റെ ഈ ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വിദേശയാത്ര നടത്തിയത് ഈ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മാഫിയുമായിട്ടാണ്. CPM-ന് ആ ആളുകളുമായിട്ട് എന്താ ബന്ധം? നാം എല്ലാവരും ആ ഫോട്ടോ കണ്ടതാണല്ലോ, ആ ചിത്രം നമ്മൾ കണ്ടതാണല്ലോ. തോൾ കൈയിട്ടുകൊണ്ട് ഒരുമിച്ച് വിമാനം കയറി പോകുന്ന ഈ നഗരത്തിലെ ഒരു CPM നേതാവിന്റെയും ഈ നഗരത്തിലെ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് ഡോൺ ആയിട്ടുള്ള വ്യക്തിയുടെ ചിത്രം പത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. എന്താണ് നഗരത്തിലെ CPM നേതാക്കന്മാർക്ക് ഇത്തരം ആളുകളുമായിട്ട് ബന്ധം? അവരാണോ ഭരണത്തെ നിയന്ത്രിക്കുന്നത്? അവരാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? എല്ലാ ദിവസവും വൈകുന്നേരം ഈ നഗരത്തിലെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരുമിച്ച് കൂടുന്ന പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ആരും അറിയുന്നില്ല എന്നൊന്നും CPM വിചാരിക്കണ്ട. രാത്രി 8 മണി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എവിടെയാണുള്ളത്, ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെയുള്ളത് എന്നൊക്കെ ഈ കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. ഏതെല്ലാം ഹോട്ടലുകളിൽ നിങ്ങൾ പാർട്ടി നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിൽ ഇടപെട്ട് കമ്മീഷൻ പറ്റിയിട്ടുള്ള 2 പ്രമുഖ സ്വകാര്യ വ്യക്തികളുമായി കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള CPM നേതാക്കന്മാർ ഒരുമിച്ച് ഉല്ലസിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ. മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാൻ ഭയമുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ നഗരത്തിൽ ഇതുപോലെയുള്ള വലിയ വലിയ മാഫിയ സംഘങ്ങളുമായിട്ടാണ് CPM-ന്റെ സഹകരണം. അവരാണ് ഇതിനൊക്കെ കാശ് പഠിക്കുന്നത്. എല്ലാ നിയമനങ്ങൾക്കും കാശ് വേണം, എല്ലാ നിയമനങ്ങൾക്കും കാശ് വേണം. പണ്ടൊക്കെ CPM ഭരിക്കുമ്പോ CPM-നകത്ത് പാർട്ടി തീരുമാനിക്കണം, പാർട്ടി തീരുമാനിച്ച ഒരാളെ നിയമിക്കാം. കഴിഞ്ഞ ദിവസം ഒരു CPM-ന്റെ നേതാവ് പറഞ്ഞത്, ഒരു കാര്യത്തിനും ഇപ്പൊ പാർട്ടി തീരുമാനിക്കണ്ട. പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. എല്ലാവരും വിചാരിക്കും അത് പിണറായി വിജയനാണ്. പിണറായി വിജയനല്ല. ഇന്ന് കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. അതിന് ലോക്കൽ കമ്മിറ്റിയുടെ അനുവാദം വേണ്ട, ഏരിയ കമ്മിറ്റിയുടെ അനുവാദം വേണ്ട, ജില്ലാ കമ്മിറ്റിയുടെ അനുവാദം വേണ്ട. അതാണല്ലോ പരാതികളായി ഓരോ ദിവസവും കഴിയുമ്പോഴും ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ കാര്യത്തിൽ ആരൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് അത് പുറത്തു വരണം. ഈ പുറത്താക്കിയിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പലതും പറഞ്ഞാൽ എന്റെ ജീവന് ഭീഷണിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് അയാളെ ഭീഷണിപ്പെടുത്തുന്നത്? CPM പുറത്താക്കിയിട്ടുള്ള വ്യക്തി പരസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്.
ഒന്നുകൂടി അയാൾ വ്യക്തമാക്കണം, ആരാണ് അയാളെ ഭീഷണിപ്പെടുത്തുന്നത്? എന്തു സത്യമാണ് അയാൾക്ക് പറയാനുള്ളത്? CPM-ന്റെ നേതൃത്വത്തെ ഭയപ്പെടുത്തുന്ന, CPM-ന്റെ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏത് സത്യമാണ് ഈ പുറത്താക്കിയിട്ടുള്ള ആൾക്ക് പറയാനുള്ളത് എന്നറിയണ്ടേ? ആരാണ് അയാളെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പൊ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്കറിയാം. ആ കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞാൽ CPM-ന്റെ പലരെയും മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന് CPM നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് ആളുകളെ സംരക്ഷിച്ചു നിർത്തുകയാണ്. ഈ കാര്യത്തിൽ ഇപ്പോ പാർട്ടി നടപടിയെടുത്തത് കൊണ്ടെല്ലാം അവസാനിച്ചു എന്നാണ് CPM-ന്റെ വിശദീകരണം. പാർട്ടിക്ക് നടപടിയെടുക്കാം എടുക്കാതിരിക്കാം നിങ്ങളുടെ പാർട്ടിയുടെ കാര്യമാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അത് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാൻ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അഴിമതി ആരോപണത്തിന് പരാതി കിട്ടണോ? ഈ നാട്ടിൽ വിജിലൻസ് എന്നുള്ളത് സ്വമേധയാ പരാതി എടുക്കാനുള്ള അവർക്ക് അധികാരമുണ്ടല്ലോ. ഒരു പരാതി പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നാൽ പത്രമാധ്യമങ്ങളുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അഴിമതിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള നിയമമുണ്ടല്ലോ. എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേരളത്തിലെ വിജിലൻസ് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം പരാതിയില്ലാതെ കേസെടുത്തിട്ടുള്ള എത്ര സംഭവങ്ങളുണ്ട്. 1, 2, 3 ഒന്നുമല്ലല്ലോ. കഴിഞ്ഞ 6-7 ദിവസക്കാലമായി ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നു. ആൾ ആരാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതിനുപേരെ അയാളെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നു. അയാൾക്ക് ജീവന ഭീഷണിയുണ്ട് എന്ന് അയാൾ സ്വയം പറയുന്നു. ഇതൊന്നും പോലെ വിജിലൻസിന് കേസെടുക്കാൻ? ഇത്രയും വാർത്തകൾ പുറത്തു വന്നാൽ സ്വമേധയാ കേരളത്തിലെ വിജിലൻസിന് കേസെടുക്കാമല്ലോ. എന്തോ വിജിലൻസ് കേസെടുക്കാത്തത്? വിജിലൻസ് കേസെടുത്ത് ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണ്ടേ? അതിലെ സാമാന്യമായ രീതി. എന്നിട്ടല്ലേ സത്യം പുറത്തു വരേണ്ടത്? ഈ കാര്യത്തിൽ കേസെടുത്താൽ ഒരു PSC അംഗത്വത്തിന്റെ കാര്യം മാത്രമല്ല, നിരവധി സംഭവങ്ങൾ പുറത്തു വരും. ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ചില ആളുകളെ PSC മെമ്പറാക്കണമെന്ന് മന്ത്രിസഭ ശുപാർശ ചെയ്തപ്പോ ഗവർണർ ആ തീരുമാനം ഒരു പ്രാവശ്യം മടക്കിയതാണ്. ആ ഫയൽ മടക്കിയതാണ്. ആ ഫയൽ ഗവർണർ കുറിപ്പെഴുതിയിരുന്നു, ഇവരെല്ലാം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കേരളത്തിലെ ചട്ടമനുസരിച്ച് PSC ചട്ടമനുസരിച്ച് ക്രിമിനൽ കേസിൽ പ്രതികളായവരെയോ അഴിമതി ആരോപണത്തിന് വിധേയരാവുകയോ ആളുകളെ PSC അംഗമാക്കാൻ പാടില്ല എന്നാണ് കേരള PSC ചട്ടം. ആ ചട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗവർണർ ആ ഫയൽ മടക്കിയത്. പക്ഷെ CPM മന്ത്രിസഭാ യോഗം വീണ്ടും ചേർന്ന് അവരെ തന്നെ തീരുമാനിക്കണം എന്ന് വീണ്ടും ഗവർണർക്ക് ശുപാർശ ചെയ്തത്. എന്തിനാണ് അഴിമതിക്കാരായ ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആളുകളെ എന്തടിസ്ഥാനത്തിൽ PSC അംഗമാക്കിയെന്ന് അന്ന് ചോദ്യമുന്നയിച്ചപ്പോ അതിന് മറുപടി പറയാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു അന്വേഷണം വന്നാൽ ഇതെല്ലാം പുറത്തു വരും. നിയമനത്തിന് PSC മെമ്പർമാർ കോഴ വാങ്ങിയ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? എപ്പോഴെങ്കിലും കേട്ടുകേൾവിയുണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതെല്ലാം ഒരു വലിയ അഴിമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കേരളത്തിലെ PSC എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു വലിയ അഴിമതി പർവ്വതമായി മാറിയിരിക്കുന്നു. അതിന്റെ പുറകിൽ CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത്, ഇതെല്ലാം അന്വേഷിക്കണം. കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് ഇതിനൊന്നും സമയമില്ല. അവർക്ക് മറ്റു പലതിലുമാണ് അവർക്ക് ഏർപ്പാട്. ഇന്നലെയാണ് കഴിഞ്ഞ 72 മണിക്കൂറായി മാലിന്യത്തിൽ പോയിട്ടുള്ള ഒരാളുടെ ബോഡി ഇന്നലെയാണ് കിട്ടിയത്. നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയ പേരുകെട്ട നാടാണ് കേരളമെന്നാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സുസ്ഥിര വികസനത്തിന് കേരളത്തിന് അവാർഡ് കിട്ടി എന്നൊരു വാർത്ത വലിയ രീതിയിൽ ഈ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അമ്പരപ്പ് തോന്നും. എങ്ങനെയാണ് സുസ്ഥിര വികസനത്തിന് കേരളത്തിൽ അവാർഡ് കിട്ടുക? സുസ്ഥിര വികസനത്തിന് അവാർഡ് കിട്ടണമെങ്കിൽ അതിന്റെ പോയിന്റ് നമ്പർ 1 മാലിന്യ നിർമ്മാർജ്ജനമാണ്. നീതി ആയോഗിന്റെ കണക്ക് പൊക്കി പഠിക്കുന്ന കേരളത്തിലെ CPM നേതൃത്വം ആ പ്രോഗ്രസ് കാർഡിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നീതി ആയോഗ് ഈ കേരളത്തിന് എത്ര മാർക്ക് കൊടുത്തു എന്ന് കൂടി പറയണം. നിങ്ങൾ ആ റിപ്പോർട്ട് മുഴുവൻ പ്രസിദ്ധീകരിക്കണം. ആ റിപ്പോർട്ടിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നീതി ആയോഗ് കൊടുത്ത മാർക്ക് 0 മാർക്കാണ്. ആ 0 മാർക്കുള്ള സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 4-5 വർഷമായി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് പണം കൊടുക്കുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി, സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി. ആ പണം ചെലവഴിക്കാതെ പോയതിന്റെ പേരിൽ
പാഴായി പോയിട്ടുള്ള പണമാണ്. കഴിഞ്ഞ 4 വർഷമായി 1400 കോടിയിലേറെ രൂപയാണ് കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കൊടുത്ത് പാഴായി പോയത്. അപ്പൊ പണമില്ലാഞ്ഞിട്ടല്ല, ഒരു കനാൽ വൃത്തിയാക്കാൻ ഈ കൊടുത്ത പണത്തിന്റെ 1000-ൽ അംശമെങ്കിലും മതിയായിരുന്നല്ലോ ഒരു കനാൽ. അതിപ്പോ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ, അത് വൃത്തിയാക്കാൻ. അപ്പൊ ഇതിനൊന്നും കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പണം അവർക്ക് സമയമില്ല. CPM ഭരിക്കുന്ന കോർപ്പറേഷനുകൾക്ക് ഇതൊന്നും സമയമില്ല. KSRTC ഡ്രൈവറെ ഭീഷണിപ്പെടാതെ പോകുന്ന മേയറാണ് തിരുവനന്തപുരം നഗരത്തിലെ മേയർ. ആ തിരുവനന്തപുരം നഗരത്തില് ഈ ഒരു മഴ പെയ്തപ്പോ ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. ഇത് ഒരു കോഴിക്കോടിന് മാത്രം, ഒരു തിരുവനന്തപുരത്തിന് മാത്രം കാര്യമല്ല. കോഴിക്കോട് നഗരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് ഒന്ന് കോർപ്പറേഷൻ പുറത്തുവിടട്ടെ. ഇത് വൃത്തിയുള്ള നഗരമാണ്, സൗന്ദര്യ നഗരമാണ് എന്നാണല്ലോ കോഴിക്കോട് നഗരത്തെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ 4 ദിവസം ഒതിപ്പിച്ച് മഴ പെയ്തപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിന്റെ പൊതു സ്വഭാവം എന്താണ് എന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചെലവഴിച്ച പണം എവിടെ? നിങ്ങള് സാഹിത്യ നഗരിക്ക് സമ്മാനം മേടിക്കാൻ വേണ്ടി, അവാർഡ് മേടിക്കാൻ വേണ്ടി വിമാനം കയറും മുമ്പ് ഈ നഗരത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊതുക് കടി കൊള്ളാതെ ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ട് വേണ്ടേ മേയർ ഇവിടുന്ന് വിമാനം കയറാൻ? 4 ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോ ഈ നഗരത്തിലേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നില്ലേ? ഇനിയിപ്പോ ഒരു വാർത്ത കൂടി കണ്ടു ഞാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ ഒരാൾ 2 ദിവസമായിട്ട് അയാൾ ലിഫ്റ്റിലാണ്. 2 ദിവസമായ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് ആ ലിഫ്റ്റ് തുറക്കാൻ പോലും ആരും വന്നിട്ടില്ല. എന്ന് മണ്ണാങ്കട്ട കേരളമാണിത്. ഒരു മെഡിക്കൽ കോളേജിൽ 10,000-കണക്കിന് രോഗികൾ വരുന്ന ഒരു കോളേജിൽ, ഒരു ആശുപത്രിയിൽ ഒരു സാധാരണക്കാരൻ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയിട്ട് അത് കണ്ടുപിടിക്കാൻ പോലും ആളോ സംവിധാനമോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു നാടായിട്ട് കേരളം മാറുന്നു. ഇതിനൊന്നും ഇവർക്കൊന്നും നേരമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ കേരളം കെടുകാര്യസ്ഥതയുടെ ഉറവിടമായി മാറിയിരിക്കുന്നു. ഇത്രമാത്രം കെടുകാര്യസ്ഥത നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൽ നേരിടായിട്ടില്ല. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് PSC അഴിമതിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരാണ് പണം മേടിച്ചത്? നിങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുറത്താക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് മച്ചാ പറഞ്ഞ് തിരിയാമെന്ന് വിചാരിക്കണ്ട. പണം വാങ്ങിയുള്ള ആളുകൾ ആരാണ്? ആർക്ക് വേണ്ടിയാണ് ഈ ചെറുപ്പക്കാരൻ പണം വാങ്ങിയത് എന്ന് കണ്ടെത്തും വരെയുള്ള വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. ഇനി ആ ചെറുപ്പക്കാരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് 26 ലക്ഷം നിങ്ങൾ വാങ്ങി. ആർക്കോ വേണ്ടിയാണ് നിങ്ങൾ വാങ്ങിയത്? ആ വാങ്ങിയിട്ടുള്ള ആളുകൾ നിങ്ങളെ കൈവിട്ടു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ രഹസ്യം പറയാനുണ്ടെങ്കിൽ, കൂടുതൽ വസ്തുതകൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആരൊക്കെയൊക്കെ CPM നേതാക്കന്മാരാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? CPM നേതൃത്വം അപായപ്പെടുത്തി കളയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറയാതിരിക്കണ്ട. സത്യം പറയാൻ തയ്യാറായാൽ ആ ചെറുപ്പക്കാരന് ഭാരതീയ ജനതാ പാർട്ടി സംരക്ഷണം കൊടുക്കും. പക്ഷെ നിങ്ങൾ സത്യം പറയണം. CPM നേതാക്കന്മാരെ ഭയപ്പെട്ടുകൊണ്ട് സത്യം പറയാതിരിക്കണ്ട. ആർക്കു വേണ്ടിയാണ് പണം വാങ്ങിച്ചതെന്ന് നിങ്ങൾ ഈ കോഴിക്കോട്ട് ജനങ്ങളോട് പറഞ്ഞാൽ കോഴിക്കോട്ട് ജനം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് പറയാൻ തയ്യാറാവണം. അതുകൊണ്ട് സത്യം പുറത്തു വരാതിരിക്കാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഈ ഏർപ്പാട് CPM അവസാനിപ്പിക്കണം. സത്യം പുറത്തു വരണം. ആരാണ് ഈ അഴിമതിയുടെ പറഞ്ഞിട്ടുള്ളത് എന്നറിയണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് BJP സമരം സംഘടിപ്പിക്കുമ്പോ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത BJP നേതാവിന് പങ്കിട്ടിരുന്ന കേരളത്തിലെ PSC അംഗത്വത്തിലേക്ക് ആളെ നിയമിക്കുന്ന BJP ആണെങ്കിൽ പിന്നെ പിണറായി വിജയൻ എന്തിനാണോ മുഖ്യമന്ത്രി കസേരയിരിക്കുന്നത്? രാജിവെച്ച് പോകൂടെ? ഞങ്ങളാണോ ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? എന്ത് തോന്നിവാസ കാണിച്ചാലും അതിന്റെ എല്ലാം കൂടെ BJP എന്ന ഒരു പദം കൂടി ചേർത്താൽ ഞങ്ങൾ ഇത് ഇട്ടേച്ചു പോകും എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? BJP സമരത്തെ പുറകോട്ട് പോകുമെന്നാണ് വിചാരിച്ചത്? വാർത്ത കൊടുത്ത മാധ്യമങ്ങളും അത് എഴുതി കൊടുത്ത CPM-ഉം പറയണം ആരാണ് BJP നേതാവ് എന്ന്. കോഴിക്കോട് ഏത് BJP നേതാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പറ. നിങ്ങളാണല്ലോ വാർത്ത കൊണ്ടുവന്നത്. നിങ്ങൾക്ക് CPM ആണല്ലോ വാർത്ത തന്നത്. അതുകൊണ്ട് അത്തരം കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചാൽ ഈ പ്രക്ഷോഭം
BJP അവസാനിപ്പിക്കും എന്ന യാതൊരു വ്യാമോഹവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഈ പോരാട്ടവുമായി പ്രക്ഷോഭവുമായി മുമ്പോട്ട് പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെയും കോഴിക്കോട് നഗരത്തിലെയും CPM നേതാക്കന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നവരെയുള്ള വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകന്മാരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. മാർച്ചിനെ അഭിസംബോധന ചെയ്യാൻ